അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരവാംഗലീല മംഗല്യദാസ്തു മമ മംഗളദേവതായ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ കാരണകർമ്മം ആരംഭിക്കുകയാണ്. ഇതിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി തൃശ്ശൂർ വിജയനഗരം പ്രസിഡന്റ് ഹൃദയത്തിന്റെ ജനറൽ കമ്മിറ്റിയുമായിട്ടുള്ള ആരാധനായ കാവനാട് കൃഷ്ണൻകുട്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യോഗക്ഷേമ സഭ തൃശ്ശൂർ ജില്ലയുടെ 50ാം വാർഷികം ഹിരൺമയം എന്ന പേരില് വൈവിധ്യമാർന്ന 50 പരിപാടികളോടെ നമ്മൾ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതില് 3ാമത്തെ പ്രോഗ്രാമാണ് ഈ ഇന്നും നാളെയായിട്ട് ഇവിടെ ഈ മനോഹരമായ ഭാഗവതം വില്ലേജിൽ സംഘടിപ്പിക്കുന്ന സംഘടന ക്ലാസ് പ്രവർത്തന ശിബിരം. ഏതൊരു സംഘടനയുടെയും മുന്നോട്ടുള്ള പ്രയാണത്തിന് അത്യന്താപേക്ഷിതമാണ് അതിന്റെ ഇന്നലകളെ കുറിച്ചുള്ള ചിന്തകൾ, ഇന്നത്തെ കുറിച്ച് ചിന്ത. അതിൽ ഊന്നിക്കൊണ്ടായിരിക്കണം ഭാവി പ്രവർത്തനങ്ങൾ കരുപിടിപ്പിക്കേണ്ടത്. സംഘശക്തി കലവരുകയെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സംഘടിക്കുകയാണ് നമുക്ക് ശക്തി നേടാൻ വേണ്ടത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്ത് സംഘടിച്ചില്ലെങ്കിൽ വിഘടിച്ചതെന്നാൽ നമ്മൾ എവിടെയും എത്തില്ല. അപ്പൊ സംഘടിച്ച് വെറുതെ കുറെ സംഘടിക്കലല്ല, നമുക്ക് കൃത്യമായ ഒരു വിഷൻ ഉണ്ടാവണം. എന്തായിരിക്കണം നാളെ എന്നുള്ള കൃത്യമായിട്ടൊരു വിഷൻ ഉണ്ടായിരിക്കണം. അത്തരം ഒരു കാഴ്ചപ്പാടിലൊക്കെയാണ് നമ്മൾ ഈ പ്രവർത്തന ശിബിരം ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിന്റെ അധ്യക്ഷത വഹിക്കുന്ന ആദരണീയനായ ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ മേലാടത്തിനെ ഈ യോഗത്തിലേക്ക്, ഉദ്ഘാടന യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. സ്വാമിജിയെ പറ്റി രാമകത്തിന്റെ ആവശ്യമില്ല എന്നിരുന്നാലും 1-2 വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാണ്. ഭാരത ദർശനങ്ങളെ ലളിതമായും സമഗ്രമായും ശാസ്ത്രീയമായും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അദ്വിതീയനായിട്ടുള്ള ഒരു മഹാമനുഷിയാണ് ആദരണീയനായിട്ടുള്ള ഉദിതചൈതന്യ സ്വാമിജി. ഭഗവത്ഗീത ഉപനിഷത്ത് പോലെ അദ്ദേഹത്തിന്റെ സമഗ്രമായി അപഗ്രഥിച്ച് ലോകമെമ്പാടും ക്ലാസ് എടുത്ത് ആൾക്കാരെ, ജനങ്ങളെ ഉത്ബുദ്ധരാക്കി ഭാരതീയ സംസ്കൃതിയിലേക്ക് അടുപ്പിക്കുന്നതിന്റെ അദ്ദേഹത്തിന്റെ പങ്ക് നിസ്തുലമാണ്. ഈ ഭാഗവത ഗ്രാമം തന്നെ അദ്ദേഹത്തിന്റെ ആശയമാണ്. അതിന്റെ വഴികാട്ടിയും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന് ഈ യോഗത്തിന് ഉദ്ഘാടനമായിട്ട് കിട്ടുക എന്ന് പറഞ്ഞ ഏറ്റവും ഭാഗ്യമാണ്. കാരണം ഒരു ഗുരുസ്ഥാനീയനാണ്. അത് ഗുരുത്വപൂർണമായ ഒരു തുടക്കം നമുക്ക് ലഭിച്ചു എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം. അപ്പൊ ഈ യോഗത്തിന് ഉദ്ഘാടനം മാത്രമല്ല, നാളെ അദ്ദേഹത്തിന്റെ ഒരു ഗീതാ ക്ലാസും നമുക്ക് വേണ്ടി അദ്ദേഹം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് ബഹുമാനപുരസരം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ 2-3 സെഷനായിട്ട് ക്ലാസ് വെച്ചിട്ടുള്ളത്. ഒന്ന് യോഗക്ഷേമ സഭ ഇന്നലെ, യോഗക്ഷേമ സഭ ഇന്ന്. ആ യോഗക്ഷേമ സഭ ഇന്ന് എന്നുള്ള വിഷയത്തില് നമ്മള് ക്ലാസ് നയിക്കുന്നത് ആദരണീയനായിട്ടുള്ള TRV നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം യോഗക്ഷേമ സഭയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ പദവികൾ അലങ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ വിനയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് കൃതജ്ഞത പറയുന്നത് ആരാധനായിട്ടുള്ള യോഗക്ഷേമ സഭ ജില്ലാ സെക്രട്ടറി ദേവൻ കരേക്കാടാണ്. അദ്ദേഹത്തിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ക്യാമ്പ് ഏറ്റവും ഭംഗിയായിട്ട് സംഘടിപ്പിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് 2 അംഗങ്ങളാണ്, ഭാരവാഹികളാണ്. അവരെ തീർച്ചയായിട്ടും ഓരോരുത്തരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ സംഘടനയായി ആരാധനായ ജില്ലാ അധ്യക്ഷൻ ശ്രീകുമാരനെ ക്ഷണിക്കുന്നു. 2026 എന്ന ആ ഒരു വലിയ ബൃഹത്തായ ഒരു പദ്ധതി നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ 3ാമത്തെ പരിപാടി ആണ് ഇന്നലെ നടക്കുന്ന കാര്യകാലത്തിന് ശിബിരം. ഇത് ഏറ്റവും ഭംഗിയായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടി നാളുകളായി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വളരെയേറെ നമുക്ക് പല ആളുകളെയും ക്ഷണിക്കുകയും പങ്കെടുക്കുന്നവർ ആരൊക്കെയാണെന്ന് മുൻകൂട്ടി ധാരണയാക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് മുന്നേറിക്കൊണ്ടിരുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്
നമ്മൾ ഇതിനായി തെരഞ്ഞെടുത്തിട്ടുള്ള ഈ സ്ഥലം തന്നെയാണ്. ഇത്രയും ഐശ്വര്യപൂർണമായ അല്ലെങ്കിൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സ്ഥലം. ചടപുഴയിൽ നിന്ന് അല്ലെങ്കിൽ കർമ്മത്തിൽ നിന്ന് ഇവിടേക്ക് മാറി വളരെ പ്രകൃതി രമണീയമായ ഈ ഒരു സ്ഥലം. ഇത് കണ്ടെത്തി ഇങ്ങനെയൊരു മഹത്തായ വിജയിച്ച് ആശ്രമം സ്ഥാപിച്ച സ്വാമിജിയെ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തെ ബന്ധിക്കാതിരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടെ വന്ന ഓരോരുത്തർക്കും വല്ലാത്തൊരു വൈബാണ്, മനസ്സിലൊരു വല്ലാത്തൊരു എനർജിയാണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം എന്നെ സംബന്ധിച്ച് പല സന്ദർഭങ്ങളിൽ പലപ്പോഴായിട്ട് ഇവിടെ വരാറുണ്ട്. ഇവിടെ വരുന്നത് ഒരു വലിയ സന്തോഷം നൽകുന്ന, മനസ്സിനെ കുളിർമ നൽകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നെയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ കാര്യങ്ങൾക്ക് ശിബിരത്തിന്റെ ഉദ്ഘാടനം സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിക്കുന്നുണ്ടായി. സ്വാമിജിയുടെ ആ ഒരു വല്ലാത്തൊരു എനർജിയാണ് അദ്ദേഹത്തിൽ നിന്ന്. അദ്ദേഹത്തോടൊപ്പം 2 മാസം മുമ്പ് ഞങ്ങൾ വിചാരത്തിലേക്കുള്ള ഒരു യാത്ര ഉണ്ടായി. 10 ദിവസം നീണ്ടുന്ന യാത്ര. ആ യാത്രയിലുടനീളം അദ്ദേഹം നൽകിയ ഒരു വല്ലാത്തൊരു എനർജി എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് അതിന്റെ ലഭിക്കുക. അതിനുശേഷം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പഞ്ചായത്ത് വളരെ യാത്ര കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അന്ന് അതിനെനിക്ക് പോകാൻ സാധിച്ചില്ല. എങ്കിൽ പോലും അതുപോലെ ആളുകൾ ഒരുപാട് അനുഭവങ്ങൾ പറയുകയുണ്ടായി. ഒരു ആത്മീയ രംഗങ്ങളിൽ മാത്രമല്ല, കർമ്മ മണ്ഡലങ്ങളിൽ കൂടി ഒരുപാട് വ്യക്തിത്വങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സഹായിച്ച അങ്ങനെ ഒരു വ്യക്തിത്വത്തെ ഈ ഒരു കാര്യകർത്തൃ ശിബിരത്തിന്റെ ഉദ്ഘാടനത്തിൽ ലഭിക്കുന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധമാണ് ഈ ഒരു 2 ദിവസത്തെ വ്യത്യസ്തങ്ങളായ സെഷനുകൾ കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുക. ഇത് തീർച്ചയായിട്ടും നമ്മൾ കാര്യഗൗരവത്തോടെ തന്നെ എടുക്കണം. ആ കാര്യകർത്തൃ ശിബിരം എന്നുള്ള വാക്ക് അന്വർത്ഥമാക്കണം. നാളെ ഇവിടെ നമ്മൾ കടന്നുപോയെങ്കിൽ ഒരു പ്രത്യേക സംഘടനാ ബോധം ഓരോരുത്തരുടെയും ഉള്ളിൽ നിറച്ചുകൊണ്ട് വേണം പോകാൻ എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നോട്ടുകൾ എഴുതിയെടുക്കാൻ വേണ്ടിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ചെയ്തതുകൊണ്ട് തന്നെ ഇതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ഇതിനെ ഉൾക്കൊള്ളാമോ എന്ന് മാത്രം ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ സമയം വൈകിയാണ് മുന്നോട്ട് പോകുന്നത്. വളരെ ദീർഘമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏറ്റവും സന്തോഷത്തോടെ വളരെ ആത്മാർത്ഥമായി ഇതിലെത്തിച്ചേർന്ന എല്ലാവരെയും കൊണ്ട് ആ ഒരു കടപ്പാട് ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീപപ്രചരണത്തിനും അനുഗ്രഹ പ്രഭാഷണത്തിനുമായി ആരാധനായ സ്വാമിജി സ്നേഹപൂർവ്വം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം, പ്രണാമം. വളരെ അഭിനന്ദനം. കാരണം നിങ്ങളുടെ പ്രോഗ്രാം മഴ പെയ്ച്ചുകൊണ്ട് ഭഗവാൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അറിയുന്നുണ്ടോ അറിയില്ല, പുറത്ത് നല്ല മഴയല്ലോ. ഇപ്പോഴാണത് ഒന്ന് തോർന്നത്. അപ്പം അത്രയും ഒരു അനുഗ്രഹം ഈ ഒരു ക്യാമ്പിന് കിട്ടിക്കഴിഞ്ഞു. ശ്രീകുമാർജി പറഞ്ഞതുപോലെ ഇത് ഒരു സൗഭാഗ്യമാണ്, ഒരു ഒത്തുചേരൽ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ഒത്തുചേരൽ വേണം. എന്നാലേ നമ്മളെ ഒന്ന് മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇടയ്ക്കൊരു ചാർജ് വരുമ്പോഴാണ് നമ്മുടെ കർത്തവ്യം എന്ത്, ഉത്തരവാദിത്വം എന്ത്, നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ത്, സാധ്യതകൾ എന്ത് എന്നൊക്കെ മനസ്സിലാവണം. ഇന്ന് കാലഘട്ടം 3 തരത്തിൽ നമുക്ക് വേർതിരിക്കാം. ഒരു വശത്ത് സാധ്യതകളുടെ കാലഘട്ടമാണ്. അവസരങ്ങൾ ധാരാളമുണ്ട് പല കാര്യത്തിലും. ഇന്ന് റീലുണ്ടാക്കി കാശുണ്ടാക്കുന്നുണ്ട്, യൂട്യൂബിലൂടെ കാശുണ്ടാക്കുന്ന ആൾക്കാര് അല്ലേ, നല്ലതും ചെയ്തതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഏത് രീതിയിലും ഇന്ന് സാധ്യത കണ്ടെത്താം. വേറൊരു
വശത്ത് നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളാണ്. വലിച്ചു താഴെയിടാൻ ഒരുപാട് ഞണ്ടുകൾ ഇഷ്ടമാതിരിയുണ്ട്. ഒരു ഞണ്ടിന് നന്നാകും, മറ്റൊരു ഞണ്ട് ഉയർന്നു പോകുന്നത് ഇഷ്ടമല്ല, അത് വലിച്ചു താഴെയിടും. പ്രതിസന്ധികളും പ്രയാസങ്ങളും ധാരാളമുണ്ട്. ഇതാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു നിന്നാൽ പല പ്രതിസന്ധികളെയും മറികടക്കാം. ഒന്നിച്ചു നിന്നില്ലെങ്കിൽ തളർന്ന് കരഞ്ഞ് ഒരു വശത്ത് ഒരു മൂലയിലാവും. പിന്നെ നമുക്ക് മൂന്നാമത്തെ ഒരാവശ്യം വളരെ കൂടുതലാണ്. ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും നമ്മളെ കൈവിടാനും സമൂഹം ഇന്ന് അത്രമാത്രം ഇന്ന് വളർന്നു കഴിഞ്ഞു. എന്നാൽ ഒന്നിച്ചു നിന്നാൽ നമ്മളെ അവഗണിക്കാൻ പറ്റില്ല. അപ്പൊ വാസ്തവത്തിൽ നമ്മൾ സ്വയം തിരിച്ചറിയണം. ഇത്തരം ക്യാമ്പുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ PRG പോലുള്ള മഹാന്മാരുടെ പ്രഭാഷണങ്ങൾ വെക്കുമ്പോൾ നമ്മൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യോഗക്ഷേമം മഹാമ്യഹം എന്ന് ഗീതയിൽ പറയുന്ന പോലെ ഒരു വശത്ത് നമ്മുടെ ഉള്ളിൽ യോഗമുള്ളവരാവുക, കരുത്തുള്ളവരാവുക, ആത്മശക്തിയുള്ളവരാവുക. വേറൊരു വശത്ത് ക്ഷേമം, ഒന്നിച്ചുള്ള ഐക്യം ഉണ്ടാവുക. മൂന്നാമത്തത് നമ്മുടെ ജീവിതത്തിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് സാധ്യതകളെ മനസ്സിലാക്കി കൈപിടിച്ച് ചരയേതി 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 മുന്നോട്ട് ചരിക്കുക. ഈ മൂന്ന് വാക്കുകൾ യോഗം, ക്ഷേമം, ചരയേതി മുന്നോട്ട് ചരിക്കുക. ഇങ്ങനെ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തികളെയും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ഇന്ന് നമ്മൾ ചുറ്റുപാടിലേക്ക് നോക്കി പലതും പഠിക്കണം. ചുറ്റുപാടുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ അവഗണിക്കപ്പെടുന്നതുകൊണ്ടല്ല താഴോട്ട് പോകുന്നത്. മനുഷ്യന് ഒരു കൂട്ടായ്മയും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളും പ്രചോദനങ്ങളും ഉണ്ടെങ്കിൽ ഒരാൾക്കും ഒരാളെ തോൽപ്പിക്കാൻ സാധിക്കും. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ മുന്നിൽ ഇറാൻ ഇസ്രായേൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ലോകത്തിന്റെ മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്നത് കുഞ്ഞു രാജ്യമാണ്, വളരെ ചെറിയ രാജ്യം. കേരളത്തിന്റെ പകുതി പോലും ഇല്ല. ഞാൻ ഇസ്രായേലിൽ മുഴുവൻ യാത്ര ചെയ്താണ്. എന്നാൽ ഇറാൻ എന്ന് പറയുന്നത് ഇന്ത്യയെക്കാളും 3 ഇരട്ടി വലിപ്പമുള്ള ഒരു രാജ്യമാണ്. ഇറാന്റെ ചുറ്റും മുസ്ലിം രാജ്യങ്ങളാണ്, മുഴുവൻ മുസ്ലിം രാജ്യങ്ങളാണ്. എന്നാൽ കൊച്ചു രാജ്യമായ ഇസ്രായേൽ എങ്ങനെ ഇവരോടൊക്കെ പിടിച്ചു നിൽക്കുന്നു എന്നൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് അവരുടെ ഐക്യവും ബുദ്ധിയും ശക്തിയുമാണ്. ഇത് നമ്മൾ മറക്കരുത്. ഇനി ഞാൻ എന്തിനാണ് ഈ ഉദാഹരണം പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ ഇന്ന് പല സമുദായത്തെ സംബന്ധിച്ചും ഈ അവസ്ഥയാണ്. നമ്മൾ പലപ്പോഴും നമ്മളിലേക്ക് ഒതുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. പലരും മുന്നോട്ട് പോകുന്നു, ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്നു, സൗകര്യങ്ങൾ വാങ്ങിക്കുന്നു. മറ്റൊരു വിഭാഗം എവിടെയും എത്താതെ പോകുന്നു. ഇത് കേരളത്തിന്റെ അവസ്ഥ നോക്കൂ നിങ്ങൾ. നമ്മുടെ കുടുംബങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രായമുള്ളവർ കൂടി വരികയാണ്. ചെറുപ്പക്കാരെല്ലാം ജോലിക്ക് വേണ്ടി മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ പോകേണ്ട ഗതികേട് വരികയാണ്. പ്രായമുള്ളവർ ഒറ്റപ്പെടുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയിലെ കൃഷ്ണകുമാർജിയുടെ സഹോദരിയെ ശ്വാസം മുട്ടിച്ച് കൊന്ന ഇല്ലേ? കണ്ടില്ലേ? നിങ്ങൾ വായിച്ചില്ലേ? ആയിരിക്കില്ല, വായിച്ചു. നോക്കൂ നിങ്ങൾ, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരമ്മയുടെ അവസ്ഥ ഇന്ന് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കുട്ടികളൊക്കെ ദൂരത്തേക്ക് പോകുന്നു. അപ്പൊ ഇതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഒന്നിച്ചു നിൽക്കാനും ഇവിടെ തന്നെ സാധ്യതകൾ കണ്ടെത്താനും പരസ്പരം പ്രചോദനത്തിലൂടെ ആത്മീയമായും ഭൗതികമായും സാമൂഹികമായും വളരണം. വേണമല്ലേ? ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ നമുക്കറിയാം, പണ്ടത്തെ പോലെയല്ല. വീടുകളിൽ സ്ത്രീ പുരുഷ ആ വ്യത്യാസങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. സ്ത്രീകൾക്ക് മുന്നോട്ട് വരാം, പല കാര്യത്തിലും അവർക്ക് പ്രവർത്തിക്കാം. അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നല്ല കാര്യങ്ങളിൽ മുന്നിട്ട് ഇറങ്ങിക്കൊണ്ട് ആത്മീയമായി ഉയർന്നും ഒന്നിച്ചു നിന്നും പ്രചോദനം നൽകിയും
പ്രോത്സാഹനം നൽകിയും മുന്നോട്ട് ശരിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ ഈ ഒരു ക്യാമ്പ് നമുക്കൊരു മാറ്റത്തിന്റെ ക്യാമ്പായി മാറും. അങ്ങനെ ആവട്ടെ. ഞാൻ ഇന്ന് കൂടുതൽ പ്രഭാഷണം ചെയ്യുന്നില്ല. നാളെ എനിക്കൊരു റോള് തന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്തേക്ക് വേണ്ടി വെക്കുകയാണ്. ഇന്നിവിടെ KRG മഹാൻ ഇരിക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തിന്റെ പേര് ഞാൻ ഈ സ്ഥലത്തെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് നാളെ ഞാൻ ഇവിടെ ഗീത പ്രഭാഷണം ചെയ്യുന്നുണ്ട്. മുനികൾ തപസ് ചെയ്ത അറകളുടെ സ്ഥലമാണ് മുനിപ്പാറ. മുനിപ്പാറ നല്ല മാസത്തിൽ മുനിയാറാണ്. ഈ ചാലക്കുടി എന്നുള്ള പേര് ശരിക്കും ചാലക്കുടിയല്ല, പർണശാലകളുടെ കുടിയായിരുന്നു ചാലക്കുടി. ധാരാളം ഇല്ലങ്ങളും അവിടെയൊക്കെ ധാരാളം ഹോമങ്ങളും യജ്ഞങ്ങളും പഴയ കാലത്ത് പർണശാലകളും ഉണ്ടായിരുന്നു. അതെല്ലാം മാറി ഇപ്പൊ ഇതെല്ലാം കൂടെ എന്തായി, ചാലക്കുടി മാറി, ചാലക്കുടി മാറി. ഇതുപോലെയാണ് അവിടെ മുനി അറകളുണ്ടായിരുന്നു, ധാരാളം മുനിയറകൾ. ഈ മുനിയറകൾ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? 2000 വർഷം പഴക്കമുള്ള മുനിയറ. അത് പൊളിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ അതിന്റെ അസ്ഥിമാരമൊക്കെ കാണണം. അതൊരു കുന്നിന്റെ മുകളിൽ, ഇവിടുന്ന് 1.5 കിലോമീറ്റർ നടക്കണം. ഒരു മല, ചെറിയൊരു മല കയറണം. ട്രക്കിങ്ങിന് താല്പര്യമുണ്ടോ? ആർക്കെങ്കിലും? എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഇവിടെ അടുത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. കാരണം ഇത് മുനികൾ തപസ് ചെയ്ത സ്ഥലമായിരുന്നു. പിന്നീട് ഞാനത് വാങ്ങിക്കുമ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കയ്യിലായിരുന്നു. പിന്നെ ഞങ്ങൾ വാങ്ങിച്ച് ഏതൊരു ഗ്രാമം ഉണ്ടാക്കി. ഓർഗാനിക് കൃഷി ഞങ്ങൾ കുറെ കൃഷി ചെയ്യുന്നുണ്ട്. നാടൻ മഞ്ഞപ്പൊടിയൊക്കെ ഇവിടെ കിട്ടും. നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു വെച്ചാൽ അവരത് പൊടിച്ചു തരും. നാടൻ പല സാധനങ്ങൾ കൃഷി ചെയ്യും. പിന്നെ നാടൻ പശുക്കൾ ഇവിടെ ഗോശാലയുണ്ട്. അതാണ് ഗോസേവ. മാതൃപിതൃസേവ എന്നാണ്. അതായത് പ്രായമായവർക്ക് താമസിക്കാൻ ഒരു സൗകര്യമുണ്ട്. പിന്നെ 5ാമത്തതാണ് ദീനസേവ. നമ്മളാലാവുന്ന കാര്യങ്ങൾ ചെയ്യുക. ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എറണാകുളം ബേസ് ചെയ്തിട്ട് ഞങ്ങൾ 96 കുട്ടികളുടെ കല്യാണം നടത്തി കൊടുത്തു. ഇവിടെ തന്നെ 4 പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുത്തു. പിന്നെ ധാരാളം ചികിത്സയ്ക്ക് വേണ്ടി പണം ചെലവഴിക്കും. ഒരു വർഷം എന്തായാലും ഒരു 2 ലക്ഷം രൂപ ചികിത്സയ്ക്ക് ഞാൻ കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം കിഡ്നി പോയ കേസും മറ്റും ഇതൊക്കെ ആയിട്ട്, പ്രത്യേകിച്ച് ആശ്രമത്തിന്റെ വലിപ്പം കാണുമ്പോൾ തന്നെ ആളുകൾ വിചാരിക്കും ഇവിടെ പെട്ടി മുഴുവൻ പൈസയാണെന്ന്. അപ്പൊ പിന്നെ ഒരുപാട് കേസുകളൊക്കെ വരും. ഇങ്ങനെ റെഫറൻസ് നമ്മളാലാവുന്ന വിധത്തിൽ നമ്മൾ സഹായിക്കും. ഈ രീതിയിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ആയുർവേദ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കോട്ടക്കൽ ആയുർവേദശാലയിലെ മുൻ പ്രിൻസിപ്പൽ അദ്ദേഹം ഏറ്റെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ തയ്യാറെടുപ്പിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇനിയൊരു ആയുർ ഗ്രാമം ഇതിനോട് ചേർന്നുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ നിങ്ങൾ വരുന്ന വഴിക്ക് കണ്ടു പ്രത്യേകിച്ച് ഒരു ബോർഡൊന്നും കാണില്ല. ഇനി വരുമ്പോൾ വലിയ കവാടവും കമാനവും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം ഞങ്ങൾ അവിടെ എടുത്തു കഴിഞ്ഞു. അപ്പം ആതിരപ്പള്ളി പോകുന്ന വഴിക്ക് ആതിരപ്പള്ളിയുടെ വാട്ടർഫാളിന്റെ ഒരു റിപ്ലിക്ക് ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. അതിന്റെ തയ്യാറെടുപ്പിലാണ്. അതിനൊരു പണികൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇതൊക്കെ എന്തിനാ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മള് ഈ വെറുതെ കെട്ടിപ്പൊക്കാനല്ല, ഹിന്ദു സമൂഹത്തിന്റെ ഐക്യത്തിനും ഒത്തൊരുമയ്ക്കും വികസനത്തിനും വളർച്ചയ്ക്കും പ്രചോദനത്തിനും നമ്മൾ ഒന്നിച്ചു നിൽക്കാൻ ഇതുപോലുള്ള കേന്ദ്രങ്ങൾ ഉപയോഗിക്കണം. ഇതുപോലുള്ള സ്ഥലങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകൾ വെച്ചുകൊണ്ട് നമ്മളെല്ലാവരും അഭിമാനമുള്ള ഹിന്ദുവാണ്. അഭിമാനമുള്ള, ഞാനൊരു അഭിമാനമുള്ള ഹിന്ദുവാണ്. ആ മരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബോധം ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ എല്ലാവരും ഉയർന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് പോലും പറയാൻ സാധിക്കണം, ഒരു ശപിക്കപ്പെട്ട അവഗണിക്കപ്പെട്ട ഒരു കുലമല്ല നമ്മുടേത്. മനസ്സിലായി? അങ്ങനെയാണ് പലരും ഒരു പഴയ കാലത്തെ നമ്പൂതിരി പ്രൗഢി ഇന്നിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കാലം മാറി, സ്വത്തുകളൊക്കെ പോയി, കുറേയൊക്കെ മാറി. എന്നാൽ ആ പഴയ ഒരു എന്താണ് എല്ലാം നഷ്ടപ്പെട്ടതിൽ നിന്ന് പുറത്തു കിടക്കാൻ പലരും തയ്യാറില്ല. ആ പാവപ്പെട്ട അവസ്ഥയിൽ തന്നെ നിൽക്കും പലരും. അതിൽ നിന്ന് മാറണം. നമുക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ നഷ്ടപ്പെട്ടതൊക്കെ ഭൗതികമാണ്. മറ്റുള്ളവർക്കും വഴികാട്ടികളായിട്ട് ശക്തിയുള്ളവരായിട്ട് മാറണം. അപ്പോ വെളിച്ചമുള്ളവരായി മാറട്ടെ, വെളിച്ചം പകരുന്നവരായി മാറട്ടെ. ഇന്നിവിടെ ദീപപ്രോജ്വലനം ചെയ്തത് ഈ 2 കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കാനാണ്. വെളിച്ചമുള്ളവരായി മാറുക, വെളിച്ചം പകരുന്നവരായി മാറുക. അതിനുള്ള ശക്തിയും ഊർജവും ഈ ക്യാമ്പിലൂടെ നമുക്ക് ഉണ്ടാകട്ടെ. നാളെ ഉച്ചവരെയാണ് ഈ ക്യാമ്പ് എന്ന് പറഞ്ഞു. നാളെ കാലത്തെ സെഷനിൽ ഞാൻ വരുന്നുണ്ട്.
എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും പ്രണാമങ്ങളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിപ്പിക്കുന്നു. ഈ ക്യാമ്പ് തുടങ്ങുന്ന ദിവസം ഒരു പ്രത്യേകത കൂടിയുള്ള ദിവസമാണ്. എന്താണ് ഇന്നത്തെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശബരിമലയില് സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായ അതിൽ നിന്ന് മാറി ശബരിമല ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനവും അത് നിലനിർത്തണം എന്ന് പറയുന്ന ഒരു അഫിഡവിറ്റ് ഇന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്ന ദിവസം കൂടിയാണ്. ക്ഷേത്രത്തിന്റെ ചൈതന്യം നിലനിർത്തുന്ന ആചാര്യന്മാർ പലരും ഇവിടെ ഇരിക്കുന്നുണ്ട്, പലരും പൂജ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ ഒരു പ്രോഗ്രാം തുടങ്ങുന്ന ദിവസം തന്നെയാണ് സുപ്രീം കോടതിയിൽ ഈ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നത് എന്നുള്ളത് അതൊരു അത്ഭുതകരമായി വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓർക്കാം ഇനി എന്നാണ് ഭാഗവത ഗ്രാമത്തിൽ യോഗക്ഷേമ സഭയുടെ തൃശൂർ സമ്മേളനം നടന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശബരിമലയില് ആചാരം അതുപോലെ നിലനിർത്തണം എന്ന് പറയുന്ന അഫിഡവിറ്റ് സമർപ്പിച്ച ദിവസമായിരുന്നു എന്നത് ഓർത്തുവയ്ക്കാൻ സാധിക്കും. ഏതായാലും ഒരു ശുഭസൂചകമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വെളിച്ചം ഭഗവാൻ ഗുരുക്കന്മാരൊക്കെ തന്നിട്ടുണ്ട്. ഒരിക്കലും മനസ്സ് മാറില്ല എന്ന് പറയുന്ന രാഷ്ട്രീയക്കാർ പോലും മനസ്സ് മാറി വരുന്ന ഈ കാലഘട്ടത്തിൽ യോഗക്ഷേമയുടെ പ്രവർത്തനത്തിന് പ്രസക്തിയുണ്ട്. കൂടുതൽ കൂടുതൽ പ്രശോഭനയോടെ മുന്നോട്ട് പോവുകയും ചെയ്യും. അതിനെല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രഭാഷണം ഇവിടെ ഉപസംഹരിപ്പിക്കുന്നു. ഈ 2 ദിവസം കൊണ്ട് ഒരു ഉണർവും ഊർജവും കൂടുതൽ ഉണ്ടാവട്ടെ. ഇവിടുന്ന് പോകുന്ന സമയത്ത് നിങ്ങൾ വന്നതുപോലെ ആവരുത്. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഊർജത്തിന്റെ പ്രചോദനത്തിന്റെ ശക്തി നടന്നു നിൽക്കട്ടെ. അത് നിറയ്ക്കാൻ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഹിരൺമയം 2026 ഭാഗമായി പ്രോഗ്രാം നമ്പർ 3 ഇവിടെ ഈ കാലികത്ത് ശിബിരം ഇവിടെ ഈ ഭാഗവത വില്ലേജിൽ നമ്മൾ ഇന്ന് വളരെ സന്തോഷപൂർവ്വം ആരംഭിച്ചിരിക്കുകയാണ്. ഈ സദസ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമുണ്ട്. എന്റെ കർത്തവ്യം ഈ യോഗത്തിന് നന്ദി പറയുക എന്നതാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷത വെച്ച ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ആരാധനായ ശ്രീകുമാർ മേലേടത്തിന് ഈ യോഗത്തിന്റെയും എന്റെ വ്യക്തിപരമായ പേരിലും വളരെ നന്ദി അറിയിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സ്വാമിജി അദ്ദേഹത്തിന്റെ ഈ ചെറിയ വാക്കുകൾ തന്നെ നമ്മളെ വളരെയധികം പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അങ്ങേക്ക് വളരെ നന്ദി ഈ യോഗത്തിന്റെ പേരിലും വ്യക്തിപരമായ അറിയിക്കുന്നു. ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ഹിരൺമയം കൺവീനർ കാനാട് കൃഷ്ണൻ, അതുപോലെ ഈ ക്യാമ്പിന്റെ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട കെ ദാമോദരൻ, ഈ യോഗത്തിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ പ്രചോദിപ്പിച്ച തുടർന്ന് ക്ലാസ്സുകൾ നയിക്കാൻ പോകുന്ന ആശാൻ, അതുപോലെ DRV എല്ലാവർക്കും ഈ യോഗത്തില് സംബന്ധിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുന്നു. നമസ്കാരം.